വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. കഴിഞ്ഞ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫെമിനിസത്തെക്കുറിച്ചായിരുന്നു. ഫെമിനിസത്തിൻ്റെ ഒറിജിനൽ ഡെവലപ്മെൻറ്റ് ആൻഡ് 4 വേവ്സ് ഓഫ് ഫെമിനിസം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ തീംസ് ഓഫ് ഫെമിനിസം. എന്തൊക്കെയാണ് ഫെമിനിസത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസ് അല്ലെ സെൻട്രൽ തീംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഏതൊക്കെയാണ് സെൻട്രൽ തീംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് ഡിവൈഡ് ആണ്. പബ്ലിക് പ്രൈവറ്റ് ഡിവൈഡ് എന്താണ്? പബ്ലിക് പ്രൈവറ്റ് ഡിവൈഡ് നമുക്ക് നോക്കാം. Politics has usually been understood as an activity that takes place within a sphere of government institutions. അത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ജനറലി സ്പീക്കിംഗ് അല്ലെ കൺവെൻഷനലി സ്പീക്കിംഗ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കൺവെൻഷനലി സ്പീക്കിംഗ് അല്ലെ ജനറലി സ്പീക്കിംഗ് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ പൊളിറ്റിക്കൽ പാർട്ടീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രഷർ ഗ്രൂപ്പ്സ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തെയാണെന്ത് പിന്നെ അതിൻ്റെയൊക്കെ ആക്ടിവിറ്റീസ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ആക്ടിവിറ്റീസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആക്ടിവിറ്റീസ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സിൻ്റെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിൻ്റെയൊക്കെ ആക്ടിവിറ്റീസ് ആണിത് ആക്ടിവിറ്റീസിനാണ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് അല്ലെ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ജനറലി നമ്മൾ പറയുന്നത് അത് ആൻഡ് ടേക്സ് പ്ലേസ് വിത്തിൻ എ പബ്ലിക് സ്പിയർ. അത് ജനറലി കൺവെൻഷനലി സ്പീക്കിംഗ് പബ്ലിക് സ്പിയറിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റി ആണെന്ത് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്. ജനറലി സ്പീക്കിംഗ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനെ പറയുന്നത് പബ്ലിക് സ്പിയറിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനെ. On the other hand, family life and personal relationships have normally been thought to be part of private sphere. ഫാമിലി റിലേഷൻഷിപ്സ് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണൽ റിലേഷൻഷിപ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പ്രൈവറ്റ് സ്പിയറിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലെ പ്രൈവറ്റ് സ്പിയറിൽ പ്രൈവറ്റ് ഡൊമൈൻ അല്ലെ പ്രൈവറ്റ് സ്പിയറിൽ വരുന്ന കാര്യങ്ങളായിട്ടാണ് എന്ത് ഫാമിലി റിലേഷൻഷിപ്സിനെ ഫാമിലി ലൈഫ് ഫാമിലി റിലേഷൻഷിപ്സ് പേഴ്സണൽ റിലേഷൻഷിപ്സിനെയൊക്കെ നമ്മൾ കൺവെൻഷനലി കാണുന്നത് ആൻഡ് therefore to be നോൺ പൊളിറ്റിക്കൽ. അപ്പം പ്രൈവറ്റ് സ്പിയറിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെ പ്രൈവറ്റ് സ്പിയറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പ്രൈവറ്റ് സ്പിയറിൽ നിലനിൽക്കുന്ന റിലേഷൻഷിപ്സിനെയൊക്കെ എന്താണ് നോൺ പൊളിറ്റിക്കൽ ആയിട്ടാണ് ജനറലി കാണുന്നത്. പക്ഷേ പബ്ലിക് സ്പിയറിൽ നടക്കുന്ന കാര്യങ്ങൾ പബ്ലിക് സ്പിയറിൽ വരുന്ന റിലേഷൻഷിപ്സ് പിന്നെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ എന്താണ് പൊളിറ്റിക്കൽ ആയിട്ടാണ് കാണുന്നത്. മോഡേൺ ഫെമിനിസ്റ്റ് ഓൺ ദ അതർ ഹാൻഡ് ഇൻസിസ്റ്റ് ദാറ്റ് പൊളിറ്റിക്സ് ഇസ് എൻ ആക്ടിവിറ്റി ദാറ്റ് ടേക്സ് പ്ലേസ് വിത്തിൻ ഓൾ സോഷ്യൽ ഗ്രൂപ്പ്സ്. മോഡേൺ ഫെമിനിസ്റ്റിൻ്റെ മെയിൻ ആർഗ്യുമെൻ്റ് എന്നാണ് അല്ലെ മോഡേൺ ഫെമിനിസ്റ്റ് എന്താണ് പറയുന്നത്? മോഡേൺ ഫെമിനിസ്റ്റ് പറയുന്നു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെ പൊളിറ്റിക്കൽ പാർട്ടീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവം അല്ല എന്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് വിത്തിൻ ഓൾ സോഷ്യൽ ഗ്രൂപ്പ്സ്. എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്സിലും എല്ലാ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എല്ലാ തരത്തിലുള്ള കാര്യത്തിലും എന്താണ് ഡൊമൈൻസിലും എന്താണ് സ്പിയറിലും എന്താണ് പൊളിറ്റിക്സ് കയറി വരുന്നുണ്ട് അല്ലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എലമെൻ്റ് അല്ലെ രാഷ്ട്രീയമായിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് മോഡേൺ ഫെമിനിസ്റ്റ് പറയുന്നത്. കെയ്ൻ മില്ലറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് തിങ്കറാണ് ഫെമിനിസ്റ്റ് തിങ്കറാണ്. കെയ്ൻ മില്ലറ്റ് എന്നാണ് പറയുന്നത് ഷീ ഡിഫൈൻ പൊളിറ്റിക്സ് ആസ് എ പവർ സ്ട്രക്ചർ റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് അബൌട്ട് എ പവർ സ്ട്രക്ചർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് റിലേഷൻഷിപ്പ് എന്താണ് കമാൻഡ് ആൻഡ് കൺട്രോൾ റിലേഷൻഷിപ്പ് ആണെന്ത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അറേഞ്ച്മെന്റ്സ് വേർ ബൈ വൺ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഈസ് കൺട്രോൾഡ് ബൈ അനദർ വേർ in this power structure relation in this type of relationship എന്താണ് സംഭവിക്കുന്നത് one group of person one particular group controls another group എന്ന് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് എന്താണ് ഒരു ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യും ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കൺട്രോൾ ചെയ്യും. അതാണ് എന്ത് മെയിനായിട്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു കെയ്ൻ മില്ലറ്റ്. The relation between government and its citizens is therefore clearly political. നമ്മൾ ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഗവൺമെൻറ്റിൻ്റെ സിറ്റിസൺസ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഉള്ള സിറ്റിസൺസ് എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് നമുക്ക് പൊളിറ്റിക്കലായിട്ട് കാണാൻ പറ്റും. ഓൾസോ ദ റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് വർക്കേഴ്സ്. അത് മാത്രമല്ല എംപ്ലോയേഴ്സ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു കമ്പനിയിലെ എംപ്ലോയേഴ്സ് അതായത് മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് അതും പൊളിറ്റിക്കലാണ്. അതോടൊപ്പം റിലേഷൻഷിപ്പ് ഇൻ ദ ഫാമിലീസ് നമ്മുടെ വീടുകളിൽ ഉള്ള നമ്മുടെ ഫാമിലീസ് ഉള്ള റിലേഷൻഷിപ്സ് അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം മദർ ആൻഡ് ഡോട്ടർ ആകാം ഫാദർ ആൻഡ് സൺ ആകാം ഫാദർ ആൻഡ് ഡോട്ടർ ആകാം അതെല്ലാം എന്താണ് അതും പൊളിറ്റിക്കലാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദ റിലേഷൻഷിപ്സ് ഇൻ ദ ഫാമിലി ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എസ്പെഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ചിൽഡ്രൻ എന്താണ് അതും പൊളിറ്റിക്കലാണ് എന്നുള്ളത്. അതായത് ഒരു പവർ സ്ട്രക്ചേർഡ് ആ റിലേഷൻഷിപ്പാണ്. അതൊരു പവർ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പവർ ഡൈനാമിക്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഒരു സ്ട്രക്ചേർഡ് ആയി കൺട്രോൾ ആൻഡ് കമാൻഡ് പിന്നെ മോഡലിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്ത്
ഇതും എന്നുള്ളത്, അതായത് ഫാമിലി റിലേഷൻഷിപ്സ്, അതായത് പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ആ ഹസ്ബൻഡ് വൈഫിനെ കൺട്രോൾ ചെയ്യുന്നു, പാരൻസ് ചിൽഡ്രനെ കൺട്രോൾ ചെയ്യുന്നു, അത് മാതാപിതാക്കൾ അവരുടെ മക്കളെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഫെമിനിസ്റ്റ് ആർഗ്യൂ ദാറ്റ് സെക്ഷൽ ഇൻഇക്വാലിറ്റി ഹാസ് ബീൻ പ്രിസർവ്ഡ് പ്രിസൈസ്ലി because the sexual division of labor that runs through society has been thought of natural rather than political. അപ്പം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ഒരു ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ കൺട്രോൾ ആൻഡ് കമാൻഡ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അപ്പം ഈ സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ, അതായത് നമ്മളെ സെക്ഷൽ ഇൻഇക്വാലിറ്റി, സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ആ ഒരു സെക്ഷൽ ഇൻഇക്വാലിറ്റി എന്താണ്, അതുവഴി ആ ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ ആ ഡിഫറൻസ് പ്രകാരം ഉണ്ടാകുന്ന ഡിവിഷൻ ഓഫ് ലേബർ, അത് ആ ഡിഫറൻസ് പ്രകാരം ഉണ്ടാകുന്ന ഡിവിഷൻ ഓഫ് ലേബർ ആണ്. ആ ഡിവിഷൻ ഓഫ് ലേബർ അത് ബേസിക്കലി നമുക്കറിയാം, ജനറലി കൺവെൻഷനലി സ്പീക്കിംഗ് സ്ത്രീകൾ ഈ പണി മാത്രം ചെയ്താൽ മതി, പുരുഷന്മാർ ഈ പണി ചെയ്യണം, സ്ത്രീകൾ എന്താണ് വീട്ടുകാരെയും നോക്കി ജീവിച്ചാൽ മതി, ആ ഒരു ടൈപ്പ് ഓഫ് ആ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടല്ലോ, ആ ഒരു കൺവെൻഷൻ ഉണ്ടല്ലോ, അത് ദാറ്റ് റൺസ് ത്രൂ സൊസൈറ്റി ഹാസ് ബീൻ നാച്ചുറൽ ആണ്. ഫെമിനിസ്റ്റ് ആർഗ്യൂ ദാറ്റ് അതൊരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമായിട്ടാണ് എന്ത് നമ്മൾ ജനറലി നമ്മുടെ സമൂഹം സൊസൈറ്റി കാണുന്നത്, അതൊരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് സ്ത്രീകൾ ഈ ഇന്ന കാര്യം മാത്രം ചെയ്താൽ മതി, സ്ത്രീകൾ വീട്ടുകാര്യം മാത്രം നോക്കിയാൽ മതി, സ്ത്രീകൾ അവരുടെ കുട്ടികളെയും പിന്നെ എന്താണ് ഭർത്താവിനെയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരെ നോക്കി കഴിയേണ്ടവരാണ്. മറിച്ച് പുരുഷന്മാരാകട്ടെ പണിക്ക് പോകാനും അതോടൊപ്പം തന്നെ അവർക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ആ ഒരു സ്പേസ്, അതിനെ നാച്ചുറൽ ആയിട്ടാണ് ജനറലി കൺവെൻഷനലി സ്പീക്കിംഗ് സൊസൈറ്റി കാണുന്നത്, റാദർ ദാൻ പൊളിറ്റിക്കൽ. അത് പൊളിറ്റിക്കൽ അല്ല, ജനറലി സ്പീക്കിംഗ് സൊസൈറ്റി എന്താണ് കാണുന്നത്, ട്രഡീഷണലി സൊസൈറ്റി എന്താണ് കാണുന്നത്, അത് പൊളിറ്റിക്കൽ നാച്ചുറൽ ആയിട്ടാണ് കാണുന്നത്, മറിച്ച് പൊളിറ്റിക്കൽ ആയിട്ടല്ല എന്നുള്ളതാണ്. ദിസ് ഈസ് ഹൈലൈറ്റഡ് ഇൻ ദ ടൈറ്റിൽ ഓഫ് ജീൻ ബി എൽസ്റ്റീൻസ് ബുക്ക് പബ്ലിക് മാൻ ആൻഡ് പ്രൈവറ്റ് വിമൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പബ്ലിക് മാൻ ആൻഡ് പ്രൈവറ്റ് വിമൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ് പബ്ലിക് മാൻ ആൻഡ് പ്രൈവറ്റ് വിമൺ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ഡിവിഷനെ കുറിച്ച്, ഈ ഒരു ഡൈക്കോട്ടമിയെ കുറിച്ച് ഈ ഒരു പുസ്തകത്തിൽ ജീൻ ബി എൽസ്റ്റീൻ നല്ല വൃത്തിക്ക് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഡിവിഷൻ അപ്പം ട്രഡീഷണലി ദ പബ്ലിക് സ്പിയർ ഓഫ് ലൈഫ് എൻകംപാസിംഗ് പൊളിറ്റിക്സ്, വർക്ക്, ആർട്ട്, ലിറ്ററേച്ചർ ഹാസ് ബീൻ ദ പ്രിസർവ് ഓഫ് മാൻ. അതായത് നമ്മൾ ജനറലി സ്പീക്കിംഗ് പൊളിറ്റിക്സ് ആകട്ടെ, ആർട്ട് ആകട്ടെ, ലിറ്ററേച്ചർ ആകട്ടെ, ഇതെല്ലാം എന്താണ് പിന്നെ പുരുഷന്മാരുടെ ഏരിയ ആണ്, അല്ലെങ്കിൽ പുരുഷന്മാരുടെ സ്പേസ് ആണ്, പിന്നെ ആക്ടിവിറ്റി ആണ് എന്നുള്ളതാണ്. പുരുഷന്മാർ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന പുരുഷന്മാരുടെ സ്പേസ് ആണെന്നാണ് ജനറലി ട്രഡീഷണലി പിന്നെ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എസ്പെഷ്യലി പബ്ലിക് സ്പിയർ ഓഫ് ലൈഫിൽ പബ്ലിക് സ്പിയറിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് പൊളിറ്റിക്സ്, ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ആർട്ട്, ലിറ്ററേച്ചർ, ഇതൊക്കെ എന്താണ് പബ്ലിക് സ്പിയർ റിലേറ്റഡ് ആയിട്ട് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് പുരുഷന്മാർ, മെയിൻലി കമ്മിങ് ടു മെൻ ആക്ടിവിറ്റീസ്, ദീസ് ആർ ആക്ടിവിറ്റീസ് ഓഫ് മെൻ എന്നുള്ളതാണ് പിന്നെ ജനറലി സ്പീക്കിംഗ് കണ്ടുവരുന്നത്. വൈൽ വിമൻ ഹാവ് ബീൻ കൺഫൈൻഡ് ടു എസെൻഷ്യലി പ്രൈവറ്റ് എക്സ്റ്റെൻസ്. അപ്പം മറിച്ച് എന്താണ് സ്ത്രീകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അപ്പം പുരുഷന്മാർ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ്, പൊളിറ്റിക്സിൽ എൻഗേജ് ചെയ്യുന്നു, പിന്നെ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു, ആർട്ട് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു, പിന്നെ ഗവൺമെൻറ് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങൾ എൻഗേജ് ചെയ്യുന്നു. മറിച്ച് സ്ത്രീകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? മറിച്ച് സ്ത്രീകൾ വിമൻ ഹാവ് ബീൻ കൺഫൈൻഡ് ടു എൻ എസെൻഷ്യലി പ്രൈവറ്റ് എക്സ്റ്റെൻസ്, പ്രൈവറ്റ് സ്പിയറിൽ. ജനറലി നമ്മൾ പ്രൈവറ്റ് സ്പിയർ എന്താണെന്ന് പറഞ്ഞു, അത് കൺവെൻഷനലി എന്താണ് പ്രൈവറ്റ് സ്പിയറിൽ, ട്രഡീഷണലി എന്താണ് പ്രൈവറ്റ് സ്പിയർ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആദ്യം പറഞ്ഞു. അപ്പം സ്ത്രീകൾ പ്രൈവറ്റ് സ്പിയറിൽ അല്ല, അവരുടെ വീടുകളിലേക്ക് ഒതുങ്ങുകയാണെന്നുള്ളതാണ്, വീടുകളിലേക്ക് മാത്രമായി ഒതുങ്ങുവാണ് എന്നുള്ളതാണ്. സെൻറ്റേർഡ് അപ്പോൺ ദ ഫാമിലി ആൻഡ് ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ്. അവരവരുടെ പ്രൈവറ്റ് സ്പിയറിലേക്ക് എന്താണ് ഒതുങ്ങിപ്പോവാണ്. മറിച്ച് പുരുഷന്മാർക്ക് എന്താണ് സംഭവിക്കുന്നത്? പുരുഷന്മാർ എല്ലാ തലത്തിലും എന്താണ് അവരെ എക്സ്പ്ലോർ ചെയ്യുന്നു, അവരുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്നു, അവരുടെ പ്രൊഫഷൻ ആകട്ടെ, പിന്നെ അവരുടെ ഇൻട്രസ്റ്റ് ആകട്ടെ, എല്ലാ തലത്തിലും എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് എന്താണ് പുരുഷന്മാർക്ക് ലഭിക്കുന്നു. മറിച്ച് സ്ത്രീകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? സ്ത്രീകൾ വീടുകളിലേക്ക് ഒതുങ്ങുന്നു, അവർ വീട്ടുകാരി മാത്രം നോക്കി എന്താണ് ജീവിക്കുന്നത്. അവർക്ക് ആ ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ള, പുരുഷന്മാർ എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ലഭിക്കുന്നില്ല കൺവെൻഷനലി സ്പീക്കിംഗ്. അപ്പം ഫെമിനിസ്റ്റിൻ്റെ ഒരു ക്രിറ്റിസിസമാണ് എന്നുള്ളതാണ്. ഫെമിനിസ്റ്റ് ഹാവ് therefore sought to break the divide between public man and private women. അപ്പം ഫെമിനിസ്റ്റ് എന്താണ് ശ്രമിക്കുന്നത്? ഫെമിനിസത്തിലുള്ള അല്ലെ മോഡേൺ ഫെമിനിസ്റ്റ് എന്താണ് ശ്രമിക്കുന്നത്? ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഈ പബ്ലിക് മാനും പ്രൈവറ്റ് വിമനും തമ്മിലുള്ള ഡിഫറൻസ് ബ്രേക്ക് ചെയ്യുക, ആ ഒരു ഡൈക്കോട്ടമി ഉണ്ടല്ലോ, ആ ഡിവിഷൻ ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്യാനാണ് എന്ത് ഫെമിനിസം ശ്രമിക്കുന്നത്, അല്ലെ ഫെമിനിസ്റ്റ് ശ്രമിക്കുന്നത്. റാഡിക്കൽ ഫെമിനിസ്റ്റ് ഹാവ് ബീൻ ദ കീനസ്റ്റ് ഒപ്പോണൻസ് ഓഫ് ദ ഐഡിയ ദാറ്റ് പൊളിറ്റിക്സ് സ്റ്റോപ്സ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് പ്രൊക്ലെയിമിംഗ് ഇൻസ്റ്റെഡ് ദാറ്റ് ദി പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ. അപ്പം പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കരോൾ ഹാനിച്ച് ആണ്
പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന, എല്ലാവരും നോട്ട് ചെയ്യുക, കരോൾ ഹാനിഷ് എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് ആണെന്ന്, ഫെമിനിസ്റ്റ് തിങ്കറാണ് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ആർട്ടിക്കിൾ എഴുതുന്നത്. അതായത് പൊളിറ്റിക്കൽ സ്പിയറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പൊളിറ്റിക്കൽ സ്പിയർ, അതായത് പബ്ലിക് സ്പിയർ എന്ന് പറയുന്നത് എന്താണ്, മെയിൽ ഡോമിനേറ്റഡ് ആണ്, പുരുഷാധിപത്യം അല്ലെ പുരുഷന്മാർ ഡോമിനൻ്റ് ആയിട്ടുള്ള സ്ഥലമാണെന്ത് പബ്ലിക് സ്പിയർ എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് സ്പിയർ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഉണ്ട്, ഗവൺമെൻറ് ബോഡീസ് ഉണ്ട്, പോളിസി മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇതൊക്കെ എന്താണ് പബ്ലിക് സ്പിയറിൽ വരും. അപ്പോൾ ഈ പബ്ലിക് സ്പിയറിൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എന്താണ്, നമുക്കറിയാം ഗവൺമെൻറ് റിലേറ്റഡ് ആയ ഡിസിഷൻസ് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എന്തായാലും സ്വാധീനിക്കും. ഗവൺമെൻറ് എടുക്കുന്ന പോളിസീസ് അല്ലെ ഗവൺമെൻറ് എടുക്കുന്ന ഡിസിഷൻസ് അല്ല. അപ്പം ഈ പുരുഷന്മാരാണെന്ത് ഗവൺമെൻറ്റിൽ ഡോമിനൻ്റ് ആയിട്ട് വരുന്നത്, അവരാണ് എല്ലാ കാര്യങ്ങളും പബ്ലിക് സ്പിയർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഡിസിഷൻസ്, പുരുഷന്മാരെടുക്കുന്ന ഡിസിഷൻസ് എന്താണ്, സ്ത്രീകളുടെ പേഴ്സണൽ ലൈഫിൽ നെഗറ്റീവായിട്ട് വരാം, അല്ല ഫേവറബിൾ ആയിട്ട് വരാതിരിക്കാം എന്നുള്ളതാണ്. ഒട്ടും ഫേവറബിൾ അല്ലാതെ വരാതിരിക്കാം. അപ്പം പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പബ്ലിക് സ്പിയറിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണ്, അതായത് പൊളിറ്റിക്കൽ സ്പിയറിൽ അല്ലെ പബ്ലിക് സ്പിയറിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണ്, സ്ത്രീകളുടെ പേഴ്സണൽ ലൈഫിനെ നെഗറ്റീവായി ഇമ്പാക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാണ് പറയുന്നത്, കരോൾ ഹാനിഷ് ആണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓൾറെഡി പറഞ്ഞു. കരോൾ ഹാനിഷ് എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് തിങ്കറാണ് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പബ്ലിക് സ്പിയറിൽ, അതായത് പൊളിറ്റിക്കൽ സ്പിയറിൽ എടുക്കുന്ന തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ എന്താണ്, സ്ത്രീകളുടെ പേഴ്സണൽ അഫയേഴ്സ് അല്ലെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം. ആൻഡ് കോൾഡ് പൊളിറ്റിക്സ് ഓഫ് എവരിഡേ ലൈഫ്. ഇതിനെന്താണ് പൊളിറ്റിക്സ് ഓഫ് എവരിഡേ ലൈഫ് എന്നും വിളിക്കാം എന്നുള്ളതാണ്. ആൻഡ് റാഡിക്കൽ ഫെമിനിസ്റ്റ് ആർ therefore being concerned to analyze what can be called politics of everyday life. അതോടൊപ്പം തന്നെ പൊളിറ്റിക്സ് ഓഫ് എവരിഡേ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പവർ സ്ട്രക്ചർ റിലേഷൻഷിപ്പ്, എക്സ്പ്ലോയിറ്റേഷൻ, ഡെയിലി ബേസിസ് അല്ലെ എവരിഡേ ലൈഫിൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതായത് എക്സ്പ്ലോയിറ്റേഷൻ, ഡിസ്ക്രിമിനേഷൻ പല വീടുകളിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനെയൊക്കെ എന്താണ് പൊളിറ്റിക്സ് ഓഫ് എവരിഡേ ലൈഫ് എന്നാണ് റാഡിക്കൽ ഫെമിനിസ്റ്റ് വിളിക്കുന്നത്. അതായത് സ്ത്രീകൾ അനുഭവിക്കുന്ന പേഴ്സണൽ സ്പിയറിൽ അവരുടെ വീടുകളിൽ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ആ ഒരു ഡിസ്ക്രിമിനേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, ആ ഒരു കൺട്രോളിനെയൊക്കെ എന്താണ് പൊളിറ്റിക്സ് ഓഫ് എവരിഡേ ലൈഫ് എന്നാണ് റാഡിക്കൽ ഫെമിനിസ്റ്റ് വിളിക്കുന്നത്. ലിബറൽ ഫെമിനിസ്റ്റ് ഹൗ ഒബ്ജക്റ്റ് ടു ദി പബ്ലിക് പ്രൈവറ്റ് ഡിവൈഡ്. ലിബറൽ ഫെമിനിസ്റ്റ് എന്നാണ് പറയുന്നത്, നമ്മൾ ട്രഡീഷൻസിനെ കുറിച്ച് പഠിക്കുന്നത്, അതായത് ട്രഡീഷൻസ് വിത്തിൻ ഫെമിനിസം, അതായത് ടൈപ്സ് ഓഫ് ഫെമിനിസം. ലിബറൽ ഫെമിനിസം ഉണ്ട്, സോഷ്യൽ ഫെമിനിസം ഉണ്ട്, സോഷ്യലിസ്റ്റ് ഫെമിനിസം ഉണ്ട്, റാഡിക്കൽ ഫെമിനിസം ഉണ്ട്, ഡിഫറൻസ് ഫെമിനിസം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫെമിനിസം ഉണ്ട്. അപ്പോൾ ലിബറൽ ഫെമിനിസ്റ്റ് എന്താണ് പറയുന്നത്, ഇതൊക്കെ റാഡിക്കൽ ഫെമിനിസ്റ്റിന്റെ വ്യൂ പോയിന്റ് ആണ്. ഈ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കലും പൊളിറ്റിക്സ് ഓഫ് എവരിഡേ ലൈഫ് ഒക്കെ റാഡിക്കൽ ഫെമിനിസ്റ്റ് ആണ് പറയുന്നത്. ലിബറൽ ഫെമിനിസ്റ്റ് എന്താണ് പറയുന്നത്, ലിബറൽ ഫെമിനിസ്റ്റ് പറയുന്നു they object to the public-private divide on the ground that it restricts women's access to public sphere of education, work and political life. ഇത് ലിബറൽ ഫെമിനിസ്റ്റും ഈ ഒരു കാഴ്ചപ്പാടിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. പബ്ലിക് പ്രൈവറ്റ് ഡിവൈഡ് എന്ന് പറയുന്ന അല്ലെ പബ്ലിക് പ്രൈവറ്റ് ഡൈക്കോട്ടമി അല്ലെ ഡിവിഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, പബ്ലിക് മാൻ പ്രൈവറ്റ് വിമൻ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനെ ലിബറൽ ഫെമിനിസ്റ്റ് ഒപ്പോസ് ചെയ്യുന്നു ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഇറ്റ് ഡിനൈസ് വിമൻസ് ആക്സസ് ടു പബ്ലിക് സ്പിയർ. അതായത് അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്, അങ്ങനെ ഒരു സിസ്റ്റം ആണെങ്കിൽ എന്താണ്, അവർക്ക് വിദ്യാഭ്യാസം, ക്വാളിറ്റി, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ അവകാശം, അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ലൈഫിൽ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അവകാശങ്ങൾ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അവകാശങ്ങളൊക്കെ എന്താണ് നിഷേധിക്കപ്പെടും. അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ മുന്നോട്ട് പോകുന്ന സമൂഹമാണെങ്കിൽ എന്താണ്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ അവകാശവും ജോലി ചെയ്യാനുള്ള അവകാശവും രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശങ്ങളൊക്കെ എന്താണ് നിഷേധിക്കപ്പെടും. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ലിബറൽ ഫെമിനിസ്റ്റ് അതിനെ ഒപ്പോസ് ചെയ്യുന്നു. ബട്ട് വാൺ അഗെയിൻസ്റ്റ് ദി ഡേഞ്ചേഴ്സ് ഓഫ് പൊളിറ്റിസൈസിങ് ദി പ്രൈവറ്റ് സ്പിയർ. അപ്പം പ്രൈവറ്റ് സ്പിയർ പൊളിറ്റിസൈസ് ചെയ്യുന്നതിൽ എന്താണ് ലിബറൽ ഫെമിനിസ്റ്റിന് താല്പര്യമില്ല. എന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു ലിബറൽ തിയറി ഈസ് എ റിലം ഓഫ് പേഴ്സണൽ ചോയ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ഫ്രീഡം. എന്ന് വെച്ചാൽ ചിലർക്ക് എന്താണ് ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, അവരുടെ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും അതോടൊപ്പം തന്നെ അവരുടെ പാർട്ട്ണറെയും നോക്കി ജീവിക്കുന്നതായിരിക്കും ചിലർക്ക് താല്പര്യം. അങ്ങനെയാണെങ്കിൽ അവരെ എന്താണ് നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, അവരവരുടെ രീതി ജീവിച്ചോട്ടെ എന്നുള്ളതാണ്.
ആ ഒരു പേഴ്സണൽ സ്പിയർ അതൊരു പേഴ്സണൽ ഡിസിഷനാണ്. വളരെ അക്കോർഡിംഗ് ടു ലിബറൽ ഫെമിനിസ്റ്റ് അങ്ങനെ ഒരു പേഴ്സണൽ അതൊരു പേഴ്സണൽ ആയിട്ടുള്ള സ്പിയറാണ്, പേഴ്സണൽ ആയിട്ടുള്ള ഡൊമൈനാണ്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എന്താണ്, വളരെ പേഴ്സണലാണ്. ചിലർ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരെ എന്താണ് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരവരുടെ രീതി ജീവിച്ചോട്ടെ എന്നുള്ളതാണ്. അത് അവരുടെ നിലപാടാണ്. അവരുടെ രീതി ജീവിച്ചോട്ടെ. അതിനെ പൊളിറ്റിസൈസ് ചെയ്യാനോ അതിനെ ഒരു നെഗറ്റീവ് ലൈറ്റിൽ പിന്നെ ഡിസ്ക്രൈബ് ചെയ്യാനോ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ലിബറൽ ഫെമിനിസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് പേഴ്സണൽ സ്പിയറിൽ എല്ലാവർക്കും അവരവരുടേതായ തീരുമാനങ്ങൾ എടുക്കാം. അവരവരുടേതായ തീരുമാനങ്ങൾ എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് ചിലർ തീരുമാനം എടുക്കും. എനിക്ക് ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം, എനിക്ക് എൻ്റെ ഫാമിലിയെ നോക്കി ജീവിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ എന്താണ്, അവരങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ. അപ്പോൾ അത് അവരുടെ തീരുമാനമാണ്. റിലീം ഓഫ് പേഴ്സണൽ ചോയ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ഫ്രീഡം. അത് തികച്ചും അവരുടെ വ്യക്തി താല്പര്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിനനുസരിച്ച് എന്താണ് അവർ മുന്നോട്ട് പോയിക്കോട്ടെ, മുന്നോട്ട് ജീവിച്ചോട്ടെ. അതിനെ പൊളിറ്റിസൈസ് ചെയ്യാനും അതിനെ ക്രിറ്റിസൈസ് ചെയ്യാനും ആവശ്യമില്ല. ക്രിറ്റിസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പബ്ലിക് സ്പിയറിൽ എല്ലാവർക്കും ഒരുപോലെ അവകാശം വേണം എന്നുള്ള, പബ്ലിക് സ്പിയറിൽ എല്ലാവർക്കും ഒരുപോലെ സ്പേസ് വേണം എന്നുള്ളത്. അത് പുരുഷന്മാർക്കും വേണം, സ്ത്രീകൾക്കും വേണം, മറ്റ് ലിംഗക്കാർക്കും വേണം എന്നുള്ളതാണ് ലിബറൽ ഫെമിനിസ്റ്റ് പറയുന്നത്. എസ്പെഷ്യലി കമ്മിങ് ടു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, പിന്നെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഈക്വൽ സ്പേസ് എല്ലാവർക്കും വേണം. പേഴ്സണൽ ലൈഫ് വരുമ്പോൾ എന്താണ്, അവർക്ക് അവരവരുടേതായ രീതിയിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തീരുമാനം എടുക്കുന്ന ഫാമിലി റിലേഷൻഷിപ്സ്, ഫാമിലി സിസ്റ്റം അല്ലെ, അങ്ങനെ തീരുമാനമെടുത്ത് ഉണ്ടാകുന്ന ഫാമിലീസ്, അതൊരു എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള പവർ സ്ട്രക്ചർ റിലേഷൻഷിപ്പ് ആയിട്ട് ലിബറൽ ഫെമിനിസ്റ്റ് കാണുന്നില്ല. പക്ഷേ റാഡിക്കൽ ഫെമിനിസ്റ്റ് അങ്ങനെ എല്ലാ തരത്തിലുള്ള പിന്നെ അങ്ങനെ ഫാമിലി എസ്പെഷ്യലി കമ്മിങ് ടു പേഴ്സണൽ റിലേഷൻഷിപ്സ് എന്താണ്, അങ്ങനെ ഡോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ കമാൻഡ് ആൻഡ് കൺട്രോൾഡ് ആയിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്സിനെല്ലാം പൊളിറ്റിക്കലി ആണ് കാണുന്നത്. പക്ഷേ ലിബറൽ ഫെമിനിസ്റ്റ് ഒരു കുറച്ച് ഇൻഡിവിജ്വൽ ഫ്രീഡം ബേസ്ഡ് ആണ് കാണുന്നത്. അത് അവരുടെ ചോയ്സ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അടുത്താണ് പാട്രിയാർക്കി എന്ന് പറയുന്നത്. വളരെ ഫെമിനിസം, പിന്നെ ഫെമിനിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള തിങ്കേഴ്സും ഫെമിനിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിലോസഫി കാര്യങ്ങളൊക്കെ എന്താണ് ഒരുപാട് യൂസ് ചെയ്യുന്ന ടേമാണെന്ത്, പാട്രിയാർക്കി എന്ന് പറയുന്നത്. ഫെമിനിസ്റ്റ് ബിലീവ് ദാറ്റ് ജെൻഡർ ലൈക്ക് സോഷ്യൽ ക്ലാസ് ഓർ റേസ് ഓർ റിലീജിയൻ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ ക്ലീവേജ്. ഫെമിനിസ്റ്റ് എന്താണ് പറയുന്നത്, ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്, ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യൽ ക്ലാസ് പോലെ, അതായത് സോഷ്യലിസം മുന്നോട്ട് വയ്ക്കുന്ന സോഷ്യൽ ക്ലാസ് പോലെ, മാർക്സിസം മുന്നോട്ട് വയ്ക്കുന്ന സോഷ്യൽ ക്ലാസ് പോലെ, റേസ് പോലെ, റിലീജിയൻ പോലെ, കാസ്റ്റ് പോലെയുള്ള ഇതുപോലുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് സോഴ്സ് ഓഫ് സോഷ്യൽ ഡിവിഷനാണ്. ഇറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് സോഴ്സ് ഓഫ് സോഷ്യൽ ഡിവിഷൻ ഓഫ് സോഷ്യൽ ക്ലിവേജ്. എന്ത്, ജെൻഡർ എന്ന് പറയുന്നത്. റാഡിക്കൽ ഫെമിനിസ്റ്റ് ആർഗ്യൂ ദാറ്റ് ജെൻഡർ ഈസ് ദി ഡീപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ഓഫ് സോഷ്യൽ ഡിവിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാഡിക്കൽ ഫെമിനിസ്റ്റ് എന്താണ് പറയുന്നത്, ജെൻഡറാണ്, ലിംഗത്വമാണ് എന്ത് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള സോഷ്യൽ ഡിവിഷൻ അല്ലെങ്കിൽ സോഷ്യൽ ക്ലീവേജ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അല്ലെ സോഴ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഫെമിനിസ്റ്റ് ഹാവ് ദെയർഫോർ അഡ്വാൻസ്ഡ് തിയറി ഓഫ് സെക്ഷൽ പൊളിറ്റിക്സ്. ദി അഡ്വാൻസ്ഡ് തിയറി ഓഫ് സെക്ഷൽ പൊളിറ്റിക്സ്. അപ്പോൾ റാഡിക്കൽ ഫെമിനിസ്റ്റ് ആണെന്ത് സെക്ഷൽ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്നത്. ലിബറൽ ഫെമിനിസ്റ്റ് അല്ല, റാഡിക്കൽ ഫെമിനിസ്റ്റ് ആണ് മെയിനായിട്ട് സെക്ഷൽ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്നത്. ഇൻ മച്ച് ദ സെയിം വേ ദാറ്റ് സോഷ്യലിസ്റ്റ് ഹാവ് പ്രീച്ച് ദി ഐഡിയ ഓഫ് ക്ലാസ് പൊളിറ്റിക്സ്. സോഷ്യലിസം എങ്ങനെയാണോ ക്ലാസ് പൊളിറ്റിക്സ് വർഗരാഷ്ട്രീയത്തെ വർഗരാഷ്ട്രീയം അഡ്വക്കേറ്റ് ചെയ്ത്, അതുപോലെ തന്നെയാണ് എന്ത് എസ്പെഷ്യലി റാഡിക്കൽ ഫെമിനിസ്റ്റ് സെക്ഷൽ പൊളിറ്റിക്സിനെ സെക്ഷൽ പൊളിറ്റിക്സ് അഡ്വക്കേറ്റ് ചെയ്യുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ദേ ഓൾസോ റെഫർ ടു സെക്സിസം ആസ് എ ഫോം ഓഫ് ഒപ്രഷൻ. സെക്സിസം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഫോം ഓഫ് ഒപ്രഷൻ തന്നെയാണ്. ഡ്രോയിങ് എ കോൺഷ്യസ് പാരലൽ വിത്ത് റേഷ്യൽ ഒപ്രഷൻ പോലും റേസിസം പോലുള്ള അല്ല, റേഷ്യൽ ഒപ്രഷൻ പോലെ ഒരു സംഭവം ഒരു സോഴ്സ് അല്ല ഫോം ഓഫ് ഒപ്രഷൻ ആണ് എന്ത് സെക്സിസം എന്നുള്ളതാണ്. Feminists use the aspect of patriarchy to describe the power relation between men and women. അപ്പോൾ പാട്രിയാർക്കി എന്ന് പറയുന്നത് നമുക്ക് പുരുഷാധിപത്യ സമൂഹം അല്ലെ പുരുഷാധിപത്യ പിന്നെ സിസ്റ്റം. അപ്പോൾ അങ്ങനെ എന്ന് പറയുന്നത് അത് എന്തിനാണ് യൂസ് ചെയ്തത്, ടു ഡിസ്ക്രൈബ് ഫെമിനിസ്റ്റ് യൂസ് പാട്രിയാർക്കി ടു ഡിസ്ക്രൈബ് പവർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എ കമാൻഡ് കൺട്രോൾ റിലേഷൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. അത് പുരുഷന്മാർ സ്ത്രീകളെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന ആ റിലേഷൻഷിപ്പ്, ആ ഒരു സിസ്റ്റത്തെയാണ് അല്ലെ ആ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിനെയാണ് എന്ത് പാട്രിയാർക്കി എന്ന് ഫെമിനിസ്റ്റ് വിളിക്കുന്നത്.
The term literally means ruled by father. It literally means ruled by father. Feminists believe that dominance of father within the family symbolizes male supremacy in all other institutions. അപ്പോൾ നമ്മളെ വീടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്? It reflects what is happening outside. അല്ലെ what is happening outside reflects what is happening inside our homes. അതായത് നമ്മളെ വീടുകളിൽ പിന്നെ ഫാദർ ആണെന്ത് ഹെഡ് ഓഫ് ദ ഫാമിലി. ഐ മീൻ ജനറലി സ്പീക്കിംഗ് അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഹി കൺട്രോൾസ് എവറിത്തിങ് ഇൻ ദ ഫാമിലി. അത് തന്നെയാണെന്ത് പുറത്ത് സംഭവിക്കുന്ന ആ ഒരു സിസ്റ്റം തന്നെയാണെന്ത് പുറത്തുള്ള അതായത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എക്കണോമിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയസ് ആകാം, അല്ലെങ്കിൽ പിന്നെ ഇൻഡസ്ട്രിയൽ പിന്നെ എക്കണോമിക് ഓർഗനൈസേഷൻസ് ആകാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസ് ആകാം. ഇവിടെയൊക്കെ എന്താണ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആകാം. ഇവിടെയൊക്കെ എന്താണ് ഈ നമ്മളെ വീട്ടിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മുടെ വീടുകളിൽ നിലനിൽക്കുന്ന പവർ സ്ട്രക്ചർ അല്ലെങ്കിൽ പവർ റിലേഷൻഷിപ്സ് തന്നെയാണെന്ത് അതേപോലെ തന്നെയാണെന്ത് പുറത്തുള്ള ഓർഗനൈസേഷൻസിലും അല്ലെങ്കിൽ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും സംഭവിക്കുന്ന അതേ രീതിയിലുള്ള റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് പുറത്തും സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ജസ്റ്റ് സിംബലൈസ് ഓർ ഇറ്റ് റിഫ്ലെക്ട്സ് the dominance of father within the family symbolize or reflects what is happening or male supremacy in all the institutions എന്നുള്ളതാണ്. Kate Millett for instance ഡിസ്ക്രൈബ് പാട്രിയാർക്കൽ ഗവൺമെൻറ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പാട്രിയാർക്കൽ ഗവൺമെൻറ്റിനെ കുറിച്ച് പാട്രിയാർക്കൽ ഗവൺമെൻറ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ആരാണ് പറയുന്നത്? കെയ്റ്റ് മില്ലറ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുൾ നെയിം കെയ്റ്റ് മില്ലറ്റ്. അപ്പം പാട്രിയാർക്കൽ ഗവൺമെൻറ്റിനെ കുറിച്ച് അല്ലേ, for instance describe patriarchal government as an institution whereby that half of the populace which is female is controlled by that half which is male. Patriarchal government എന്താണ്? According to Kate Millett, an institution or system where half of the population that is female is controlled by half of the population that is male. അതായത് പുരുഷന്മാർ സ്ത്രീകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം, അതാണെന്ത് പാട്രിയാർക്കൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പം അതിനെയാണെന്ത് പാട്രിയാർക്കൽ ഗവൺമെൻറ് എന്ന് കെയ്റ്റ് മില്ലറ്റ് വിശേഷിക്കുന്നത്. അപ്പോൾ പാട്രിയാർക്കൽ ഗവൺമെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? പുരുഷന്മാർ, അതായത് പുരുഷന്മാരാണ് പകുതി. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ വലിയ മാറ്റമൊന്നുമില്ല, രണ്ടുപേരും സെയിം പോപ്പുലേഷനാണ്. സ്ത്രീകളും പുരുഷന്മാരും സെയിം പോപ്പുലേഷനാണ്, ഏകദേശം സെയിം പോപ്പുലേഷനാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ആരും മൈനോറിറ്റി ഒന്നുമില്ല, സെയിം പോപ്പുലേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എന്താണ് പിന്നെ ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ, അതായത് പുരുഷന്മാർ കൺട്രോൾസ് ദ അതർ ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ, സ്ത്രീകൾ ഫീമെയിൽ പോപ്പുലേഷൻ. അതിനെയാണെന്ത് ആ ഒരു സിസ്റ്റത്തെയാണ് അല്ല ആ ഒരു ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ത് പാട്രിയാർക്കൽ ഗവൺമെൻറ് എന്ന് കെയ്റ്റ് മില്ലറ്റ് വിളിക്കുന്നത്. ഷി സജസ്റ്റഡ് ദാറ്റ് പാട്രിയാർക്കി കണ്ടെയ്ൻസ് ടു പ്രിൻസിപ്പിൾസ്. മെയിൽ ഷാൽ ഡോമിനേറ്റ് ദ ഫീമെയിൽ, എൽഡർ മെയിൽ ഷാൽ ഡോമിനേറ്റ് യങ്. രണ്ട് ആസ്പെക്ട്സ് ഉണ്ട് പാട്രിയാർക്കിക്ക് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് മെയിൽ ഷാൽ ഡോമിനേറ്റ് ഫീമെയിൽ, പിന്നെ പുരുഷന്മാർ സ്ത്രീകളെ കൺട്രോൾ ചെയ്യും, ഡോമിനേറ്റ് ചെയ്യും, അതൊക്കെയാണ് ഫസ്റ്റ് ആസ്പെക്റ്റ്. രണ്ടാമത്തെ എൽഡർ മെയിൽ ഷാൽ ഡോമിനേറ്റ് യങ്. അപ്പോൾ മൂത്ത ആണുങ്ങൾ അല്ലെങ്കിൽ മൂത്ത പുരുഷന്മാരെന്താണ് ആണുങ്ങൾ എൽഡർ ആയിട്ടുള്ള ആൾക്കാരെ എന്താണ് യങ്ങർ ആയിട്ടുള്ള ആൾക്കാരെ ഡോമിനേറ്റ് ചെയ്യും. രണ്ട് ആസ്പെക്റ്റിലാണ് കെയ്റ്റ് മില്ലറ്റ് പിന്നെ അല്ലെ രണ്ട് പ്രിൻസിപ്പിൾസ്. അപ്പോൾ അക്കോർഡിംഗ് ടു കെയ്റ്റ് മില്ലറ്റ് പാട്രിയാർക്കി ഹാസ് ടു പ്രിൻസിപ്പിൾസ്. അതായത് ഒന്ന് മെയിൽ ഷാൽ ബേസിക്കലി മെയിൽ ഷാൽ ഡോമിനേറ്റ് ഫീമെയിൽ, രണ്ട് എൽഡർ മെയിൽ ഷാൽ ഡോമിനേറ്റ് യങ്ങർ. ഇതാണ് പാട്രിയാർക്കിയെ കുറിച്ച് പറയാനുണ്ട്. ഇനി പാട്രിയാർക്കിയെ കുറിച്ച് പറയാനുള്ളത് ഇനി സെക്സ് ആൻഡ് ജെൻഡർ. അടുത്ത തീമാണ് സെക്സ് ആൻഡ് ജെൻഡർ. എന്താണ് സെക്സ് ആൻഡ് ജെൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് തീമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദ മോസ്റ്റ് കോമൺ ഓഫ് ഓൾ ആൻറ്റി ഫെമിനിസ്റ്റ് ആർഗ്യുമെന്റ്സ് മോസ്റ്റ് കോമൺലി അഡ്വാൻസ് ബൈ കൺസർവേറ്റീവ്സ് അസേർട്ട് ദാറ്റ് ജെൻഡർ ഡിവിഷൻസ് ഇൻ സൊസൈറ്റി ആർ നാച്ചുറൽ. അപ്പോൾ എന്താണ് പറയുന്നത്? അപ്പം മനുഷ്യന്മാർ സ്ത്രീകളും പുരുഷന്മാരായി ജനിച്ചു, ഐ മീൻ അല്ലാത്ത തേർഡ് ജെൻഡറും ഉണ്ട് കേട്ടോ. അപ്പം ഈ പിന്നെ മെയിൽ ഫീമെയിൽ ഡിവിഷൻ വരുമ്പോൾ എന്താണ് പറയുന്നത്? പിന്നെ ഇത് നാച്ചുറലാണ് ഇങ്ങനൊരു ഡിവിഷൻ എന്ന് പറയുന്നത്. അതായത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് പറയുന്നത് അതിന്ന് എക്സ്പെഷ്യലി കമ്മിങ് ടു ഡിവിഷൻ ഓഫ് ലേബർ ഇതിലേക്ക് വരുമ്പോൾ എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പബ്ലിക് സ്പിയറിലേക്ക് വരുമ്പോൾ എക്സ്പെഷ്യലി പബ്ലിക് സ്പിയറിലേക്ക് വരുമ്പോൾ എന്താണ് ഈ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് നാച്ചുറലാണ്. അതായത് സ്ത്രീകൾ അങ്ങനെ സ്ത്രീകളായിട്ട് ജനിച്ചു, പുരുഷന്മാരായിട്ട് ജനിച്ചു. അപ്പോൾ സ്ത്രീകൾ എന്താണ് സ്ത്രീകളുടെ രീതിയിലുള്ള പണി ചെയ്താൽ മതി. അതൊരു കൺവെൻഷനലി സ്പീക്ക് കേട്ടോ. ഫെമിനിസം ക്രിറ്റിസൈസ് ചെയ്യാണ്. ഫെമിനിസം ആ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള പിന്നെ എന്താണ് ഫിലോസഫിയെ ക്രിറ്റിസൈസ് ചെയ്യാണ്. ജെൻഡർ ഡിവിഷൻ ഇസ് സൊസൈറ്റി ആൻഡ് നാച്ചുറൽ. അതായത് വിമൺ ആൻഡ് മെൻ merely fulfill the social roles that it designed them for. അതായത്
ഒരു മനുഷ്യൻ സ്ത്രീയായിട്ട് ജനിച്ചു. അങ്ങനെ വരുമ്പോൾ എന്താണ്, അവർക്ക് ചെയ്യാനുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ എന്താണ് സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്, അത് ചെയ്യാന്നുള്ളതാണ്. പുരുഷന്മാരെന്താണ്, ഒരു മനുഷ്യൻ പുരുഷനായി ജനിച്ചു. അപ്പോൾ ആ പുരുഷൻ എന്താണ്, സൊസൈറ്റി കുറച്ച് കാര്യങ്ങൾ പുരുഷന് ചെയ്യാനുള്ള കാര്യങ്ങൾ കുറച്ചുണ്ട്, അത് ചെയ്യാം. ആ ഒരു സംഭവത്തെയാണ് ഫെമിനിസം ക്രിറ്റിസൈസ് ചെയ്യുന്നത്. സോഷ്യൽ റോൾസ് ദാറ്റ് നേച്ചർ ഡിസൈൻ ദം ഫോർ എന്നുള്ളതാണ്. ദി വിമൻസ് ഫിസിക്കൽ ആൻഡ് അനാറ്റോമിക്കൽ മേക്കപ്പ് ദസ് യൂസ് ഹെർ ടു സബോർഡിനേറ്റ് ഡൊമസ്റ്റിക് റോൾ ഇൻ സൊസൈറ്റി. അപ്പം ജനറലി സ്പീക്കിംഗ്, കൺവെൻഷനലി സ്പീക്കിംഗ് സ്ത്രീകൾ വളരെ സോഫ്റ്റ് ആയിരിക്കും, സ്ത്രീകൾക്ക് അധികം ചാലഞ്ചസ് ഒന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. ഐ മീൻ ജനറലി സ്പീക്കിംഗ് അപ്പം പിന്നെ ചലഞ്ചസ് ഒന്നും ഏറ്റെടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഇമോഷണൽ ആകും, ഒട്ടും സ്ട്രോങ് അല്ല, വളരെ വീക്കായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ, അങ്ങനെയൊക്കെ ആ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവർക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പ് പോളിസി മേക്കിംഗ് ബോഡീസിലോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ആകാനോ, ജനറലി സ്പീക്കിംഗ് ആണ്, കൺവെൻഷനലി സ്പീക്കിംഗ് ആണ്. അപ്പോൾ കൺവെൻഷനലി നമ്മളങ്ങനെ പറയുമ്പോൾ പിന്നെ സ്ത്രീകൾ വീക്കാണ്, സോഫ്റ്റാണ്, പെട്ടെന്ന് ഇമോഷണൽ ആകും, ഒട്ടും ബിഗ് ചലഞ്ചസ് ഒന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്, അങ്ങനെ വരുമ്പം ഒരു ടോപ്പ് ഡിസിഷൻ മേക്കിംഗ് പൊസിഷനിലോ അല്ലെ ഒരു ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്റോ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റോ ഒന്നും ആകാനുള്ള കപ്പാസിറ്റി കൺവെൻഷനലി സ്പീക്കിംഗ് സ്ത്രീകൾക്ക് ഉണ്ടാവില്ല, ഫിസിക്കൽ ആൻഡ് അനാറ്റോമിക്കൽ മേക്കപ്പ്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഉള്ള റോളുകളിലേക്ക് എന്താണ് അവരെ അപ്പോയിൻറ്റ് ചെയ്യാനോ അല്ലെ അവരെ എൻകറേജ് ചെയ്യാനോ സാധിക്കില്ല. ഇൻ ഷോർട്ട്, ബയോളജി ഈസ് ഡെസ്റ്റിനി. അതായത് സ്ത്രീകൾ, ഒരു മനുഷ്യൻ സ്ത്രീയായിട്ട് ജനിക്കുന്നു, അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക് അവർ ചെയ്താൽ മതി എന്നുള്ളൊരു ആസ്പെക്ട്. ടു സം എക്സ്റ്റെൻറ്റ് ദിസ് സിംപ്ലി റിഫ്ലെക്ട്സ് എ സോഷ്യൽ ഫാക്ടേഴ്സ് മെൻ ഹാവ് ബീൻ എൻകറേജ് ടു അണ്ടർടേക്ക് ഫിസിക്കൽ ആൻഡ് ഔട്ട്ഡോർ വർക്ക്. അപ്പം മറിച്ച് പുരുഷന്മാരുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും, കൺവെൻഷനലി സ്പീക്കിംഗ് അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും, അവർ കുറച്ചുകൂടി ഇമോഷണലി കൺട്രോൾഡ് ആയിരിക്കും, അവർക്ക് കുറച്ചുകൂടെ ചലഞ്ചസ് ഏറ്റെടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ എന്താണ് ടോപ്പ് ഡിസിഷൻ മേക്കിംഗ് ബോഡീസിലും, അത് ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും അല്ല, പിന്നെ ഫിസിക്കലി നമുക്ക് കുറച്ചുകൂടെ എനർജി വേണ്ട ജോബ്സ്, ഐ മീൻ കാര്യങ്ങളിലൊക്കെ എന്താണ് പുരുഷന്മാർക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇടപെടാൻ പറ്റും അല്ലെങ്കിൽ എൻഗേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് ആൻഡ് ടു കൺഫേം സ്റ്റീരിയോടൈപ്പിക്കൽ മസ്കുലിൻ ഫിസിക് എന്നുള്ളതാണ്. അപ്പം വിമൺ കുറച്ചുകൂടെ കൺവെൻഷനലി സ്പീക്കിംഗ് സ്ത്രീകൾ സോഫ്റ്റ് ആയിരിക്കും, കുറച്ച് ഇമോഷണൽ ആയിരിക്കും, ചലഞ്ചസ് ഒന്നും ഏറ്റെടുക്കാൻ പറ്റില്ല, ഒട്ടും സ്ട്രോങ് ആയിരിക്കില്ല, വീക്കായിരിക്കും. പുരുഷന്മാർ മറിച്ച് എന്താണ് സംഭവിക്കുന്നത്, പുരുഷന്മാരുടെ കേസിൽ എന്താണ് അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും, ഫിസിക്കലി ആസ് വെൽ ആസ് മെൻ്റലി സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ചലഞ്ചിങ് ആയിട്ടുള്ള ജോബ്സ്, ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക്, ചലഞ്ചിങ് ആയിട്ടുള്ള പൊസിഷൻസ് ഒക്കെ എന്താണ് അവർക്ക് ഏറ്റെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കൺവെൻഷനലി സ്പീക്കിംഗ്. ഫെമിനിസ്റ്റ് ഈ ഒരു കോൺസെപ്റ്റിനെയാണ്, ഈ ഒരു നറേറ്റീവിനെയാണ് ഫെമിനിസം ക്രിറ്റിസൈസ് ചെയ്യുന്നത്, ഈ ഒരു ഡിവിഷനെയാണ് ഫെമിനിസം ക്രിറ്റിസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഡിവിഷൻ എന്താണ്, നാച്ചുറൽ ആണ് എന്നുള്ളതാണ് ഫെമിനിസ്റ്റ് പറയുന്നതല്ല, ഫെമിനിസ്റ്റ് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് പറയുന്നത്. അത് ആന്റി ഫെമിനിസ്റ്റ് ആർഗ്യുമെന്റ്സ്, ഇത് ആന്റി ഫെമിനിസ്റ്റ് ആർഗ്യുമെന്റ്സ് ആണ്. ഈ ആർഗ്യുമെന്റ്സ് ഇത് നാച്ചുറൽ ആണ്, ഇതൊട്ടും ഇത് നാച്ചുറലി സംഭവിക്കുന്നതാണ്. ആ ഒരു ആർഗ്യുമെന്റിനാണ് ഫെമിനിസം ക്രിറ്റിസൈസ് ചെയ്യുന്നത്. The biological factor that is mostly frequently linked to women's social position is the capacity to bear children. ഓൾറെഡി പറഞ്ഞു. അപ്പോൾ കപ്പാസിറ്റി ടു ബെയർ ചിൽഡ്രൻ, റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുക എന്നൊരു ആസ്പെക്റ്റിലാണ് ഇവിടെ പറയുന്നത്. സ്ത്രീകൾക്കായിരിക്കും കുറച്ചുകൂടെ കെയറിങ്, കുട്ടികളെ കെയർ ചെയ്യാനും സോഫ്റ്റ് ആണല്ലോ, അപ്പോൾ അങ്ങനെ കുറച്ച് സോഫ്റ്റ് ആണ്. അങ്ങനത്തെ കാര്യം വരുമ്പോൾ എന്താണ്, അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്കായിരിക്കും കുട്ടികളെയൊക്കെ നോക്കി വീട്ടിലിരിക്കാൻ കുറച്ചുകൂടെ സൗകര്യം എന്നുള്ളതാണ് കൺവെൻഷനലി സ്പീക്കിംഗ് ആൻറ്റി ഫെമിനിസ്റ്റ് ആർഗ്യുമെൻറ്റ്സ് മുന്നോട്ട് വയ്ക്കുന്നത്. ആൻറ്റി ഫെമിനിസ്റ്റ് തോട്ട്സ് അല്ലെ ഫിലോസഫി ഐഡിയാസ് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഫെമിനിസ്റ്റ് ഹാവ് ട്രഡീഷണലി ചലഞ്ച് ഐഡിയ ദാറ്റ് ബയോളജി ഈസ് ഡെസ്റ്റിനി. ഈ ഒരു ആസ്പെക്റ്റിനാണ് ഫെമിനിസം ക്രിറ്റിസൈസ് ചെയ്യുന്നത്, ഫെമിനിസ്റ്റ് ക്രിറ്റിസൈസ് ചെയ്യുന്നത്. അത് ഈ ഡിവിഷൻ, സ്ത്രീകൾ സോഫ്റ്റ് ആയിരിക്കും, സ്ത്രീകൾ ഒട്ടും ചലഞ്ചിങ് ആയിരിക്കില്ല, വീക്കായിരിക്കും. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ആണ് ഫെമിനിസം ക്രിറ്റിസൈസ് ചെയ്യുന്നത്, ചലഞ്ച് ചെയ്യുന്നത്, ഡ്രോയിങ് എ ഷാർപ്പ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെമിനിസം മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്സ് ഇൻ ദി സെൻസ് റെഫേഴ്സ് ടു ബയോളജിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫീമെയിൽ ആൻഡ് മെയിൽ. സെക്സ് എന്ന് പറയുന്നത് എന്താണ്, ലൈംഗികത അല്ലെ സെക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബയോളജിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ. നമ്മൾ ബയോളജിക്കലി നമുക്കുള്ള ഡിഫറൻസ് അതാണ്, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് നമുക്ക് മാറ്റം വരുത്താനൊന്നും പറ്റത്തില്ല. ദീസ് ഡിഫറൻസ് ആർ നാച്ചുറൽ ആൻഡ് ദെയർഫോർ ആസ് അൺആൾട്ടറബിൾ
ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്സ് ഡിഫറൻസ് ആർ ദോസ് ദാറ്റ് ലിങ്ക് ടു റീപ്രൊഡക്ഷൻ. അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജെൻഡർ ഓൺ ദ അതർ ഹാൻഡ് ഈസ് എ കൾച്ചറൽ ടേം. ഇറ്റ് ഈസ് എ കൾച്ചറലി കൺസ്ട്രക്റ്റഡ് ടേം ഓർ ഐഡിയ. അതാണ് ജെൻഡർ എന്ന് പറയുന്നത്, ലിംഗത്വം എന്ന് പറയുന്നത്. അത് നാച്ചുറൽ അല്ല, അതൊരു കൾച്ചറലി കൺസ്ട്രക്റ്റഡ് ആണ്. അല്ല സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണെന്ത് ജെൻഡർ എന്ന് പറയുന്നത്. ഒട്ടും നാച്ചുറൽ അല്ല, നാച്ചുറലായി സംഭവിക്കുന്ന ഒരു സംഭവമല്ല ജെൻഡർ എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ഡിഫറെൻറ്റ് റോൾസ് ദാറ്റ് സൊസൈറ്റി അബ്സ്ക്രൈബ്സ് ടു വിമൺ ആൻഡ് മെൻ. അത് ഓൾറെഡി പറഞ്ഞു. സ്ത്രീകൾ ഇന്ന ജോലി ചെയ്താൽ മതി, ഇന്ന് ജോലി ചെയ്യുന്നതായിരിക്കും അവർക്ക് കുറച്ചുകൂടെ നല്ലത്. പുരുഷന്മാരെന്താണ്, പുരുഷന്മാർ പുറത്ത് പോയി കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും അവർക്ക് നല്ലത്. ആ ഒരു ഡിവിഷനെയാണ് എന്ത് ജെൻഡർ എന്ന് പറയുന്നത്. ജെൻഡർ ഡിഫറൻസസ് ആർ ടിപ്പിക്കലി ഇമ്പോസ് ത്രൂ കോൺട്രാസ്റ്റിംഗ് സ്റ്റീരിയോടൈപ്സ് ഓഫ് മസ്കുലിൻ ആൻഡ് ഫെമിനിറ്റി. അപ്പോൾ ഈ ഒരു ബേസിക്കൽ പിന്നെ ഒരു ഇതിലാണെന്ത് ഇതിന് ഈ ഒരു ജെൻഡർ സ്റ്റീരിയോടൈപ്സ്, ജെൻഡർ ഡിഫറൻസ് വരുന്നത്. മസ്കുലിനിറ്റി, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, പിന്നെ പുരുഷന്മാർ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും, പിന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റും, അവർ ഇമോഷണലി കൺട്രോൾഡ് ആയിരിക്കും. ഫെമിനിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, കൺവെൻഷനലി സ്പീക്കിംഗ് വീക്ക് ഇമോഷണൽ ആയിരിക്കും, ഒട്ടും ചലഞ്ചിങ് ആയിട്ടുള്ള ജോബ്സ് ഒന്നും ഏറ്റെടുക്കാൻ പറ്റില്ല, സോഫ്റ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ. ഇതിനെയാണ് എന്ത് ജെൻഡർ ഡിഫറൻസ് അല്ലേ ജെൻഡർ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. As Simone de Beauvoir pointed, women are made, they are not born. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഫേമസ് ആയ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ജെൻഡർ ആസ്പെക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, പെർസ്പെക്റ്റീവ് അല്ല സ്റ്റേറ്റ്മെൻ്റ് ആണ്. വിമൺ ആർ മെയ്ഡ്, ദേ ആർ നോട്ട് ബോൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്ത്രീകൾ എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റ്, വിമൺ ആർ മെയ്ഡ് ആണ്, ദേ ആർ നോട്ട് ബോൺ. അത് നാച്ചുറലി സംഭവിക്കുന്നതല്ല, അത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്, അല്ലെ കൾച്ചറലി കൺസ്ട്രക്റ്റഡ് ആണ്. സിമോൺ ഡി ബിവോർ എന്ന് പറയുന്ന ഫേമസ് ഫെമിനിസ്റ്റ് ആണ് ഈ പറയുന്നത്. ഇതാണ് സിമോൺ ഡി ബിവോർ. അപ്പോൾ അദ്ദേഹമാണ് പറയുന്നത് എന്താണ്, വിമൺ ആർ മെയ്ഡ്, ദേ ആർ നോട്ട് ബോൺ. അത് അവർ സോഷ്യലി കൺസ്ട്രക്ട്, ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്, സ്ത്രീകൾ എന്ന് പറയുന്ന കാറ്റഗറി എന്താണ്, അത് പിന്നെ ദേ ആർ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ഓർ കൾച്ചറലി കൺസ്ട്രക്റ്റഡ്, ദേ ആർ നോട്ട് നാച്ചുറലി ബോൺ എന്നുള്ളതാണ്. ഫെമിനിസ്റ്റ് യൂഷ്വലി ഡിനൈ ദാറ്റ് ദർ ഇസ് എ നെസസറി ലോജിക്കൽ ലിങ്ക് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ ആൻഡ് എംഫസൈസ് ദാറ്റ് ജെൻഡർ ഡിഫറൻസ് ആർ സോഷ്യലി ഓർ ഈവൻ പൊളിറ്റിക്കലി കൺസ്ട്രക്റ്റഡ്. ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പം ഫെമിനിസ്റ്റ് എന്താണ് പറയുന്നത്, ഈ സെക്സും ജെൻഡറും തമ്മിൽ വലിയ വ്യത്യാസം, വലിയ കണക്ഷൻസ് ഒന്നുമില്ല, റിലേഷൻ ഒന്നുമില്ല. ദർ ഈസ് നെസറി ഓർ നോ ലോജിക്കൽ ലിങ്ക് ഓർ കണക്ഷൻ ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ. അവരുടെ നാച്ചുറൽ ഐഡൻറ്റിറ്റി, അതാണ് പിന്നെ സെക്സ് എന്ന് പറയുന്നത്. അപ്പം ജെൻഡർ എന്താണ്, ഇത് തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല, ഒരു റിലേഷനും ഇല്ല. ആൻഡ് എംഫസൈസ് ദാറ്റ് ജെൻഡർ ഡിഫറൻസസ് ആർ സോഷ്യലി ഓർ ഈവൻ പൊളിറ്റിക്കലി കൺസ്ട്രക്റ്റഡ്. ഇതെന്ന് പറഞ്ഞാൽ ജെൻഡർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അത് സോഷ്യലോ കൾച്ചറലോ പൊളിറ്റിക്കലി കൺസ്ട്രക്റ്റഡ് ആണ്. പിന്നെ മോസ്റ്റ് ഫെമിനിസ്റ്റ് ബിലീവ് ദാറ്റ് സെക്സ് ഡിഫറൻസസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ ആർ റിലേറ്റീവ്ലി മൈനർ ആൻഡ് നെയ്തർ എക്സ്പ്ലെയിൻ നോ ജസ്റ്റിഫൈ ജെൻഡർ ഡിസ്റ്റിങ്ഷൻസ്. അപ്പം സെക്സ് ഡിഫറൻസ് എന്ന് പറയുന്നത് മൈനർ ആയിരിക്കും, അത് മൈനറാണ് കാര്യങ്ങൾ. പക്ഷേ അത് നമ്മളെന്താണ് മറ്റു കാര്യങ്ങളെ ഡിറ്റർമൈൻ ചെയ്യുന്നില്ല, മറ്റു കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, മറ്റു കാര്യങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മറ്റ് തലത്തിൽ വരുന്ന ഡിഫറൻസ്, എക്സ്പ്ലോയിറ്റേഷൻ, ഡിസ്ക്രിമിനേഷൻ ഒന്നും എന്താണ് ഈ നാച്ചുറൽ ഡിഫറൻസ്, അതായത് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറൻസ്, അത് നാച്ചുറൽ നമുക്ക് സംഭവിക്കുന്ന ശാരീരികപരമായിട്ടുള്ള ഡിഫറൻസ് കാര്യങ്ങളൊക്കെ എന്താണ് മറ്റു തലത്തിൽ എന്താണ് മറ്റു ഫീൽഡിൽ എന്താണ് സോഷ്യലാണ്, എക്കണോമിക് ആകാം, പൊളിറ്റിക്കൽ ആകാം, അതിലെന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഹ്യൂമൻ നേച്ചർ ഈസ് തോട്ട് ടു ബി ആൻഡ്രോജീനിയസ് ഇൻകോർപ്പറേറ്റിംഗ് ക്യാരക്ടേഴ്സ് ഓഫ് ബോത്ത് സെക്സസ്. അപ്പം ചില എന്താണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്, ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നതാണ് രണ്ട്, സ്ത്രീകളുടെ സ്വഭാവം കാണിക്കാം, പുരുഷന്മാരുടെ സ്വഭാവം കാണിക്കാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം. ഇനി ഇന്ന സ്വഭാവം ഒരു മനുഷ്യനെ നമുക്ക് വിലയിരുത്തുമ്പോൾ പിന്നെ പുരുഷന്മാരുടെ സ്വഭാവം അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ മനുഷ്യന്മാർക്കും, അത് സ്ത്രീകളാകാം പുരുഷന്മാരാകാം, എല്ലാ മനുഷ്യർക്കും എന്താണ് അവരവരുടെ വീക്ക്നെസ് ഉണ്ടാവും, സ്ട്രോങ് ഏരിയാസ് ഉണ്ടാവും, പിന്നെ വീക്ക് പോയിന്റ്സ് ഉണ്ടാവും, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഉണ്ടാവും എന്നുള്ളതാണ്. Sex differences are biological facts of life, insist that they have no social, political or economic significance. ഓൾറെഡി പറഞ്ഞു, സെക്സ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വെറും ബയോളജിക്കൽ സിഗ്നൽ, അത് നമ്മൾ നാച്ചുറലാണ്, ബയോളജിക്കലാണ്, തികച്ചും നാച്ചുറലാണ്, ബയോളജിക്കലാണ്, ശാരീരികമായിട്ടുള്ള കാര്യമാണ്, മാത്രമാണ് അതിൽ സോഷ്യലോ പൊളിറ്റിക്കലോ എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഇല്ല, അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസ് ഇല്ല എന്നുള്ളതാണ്. വിമൻ ആൻഡ് മെൻ ഷുഡ് ബി ജഡ്ജ് ബൈ ബട്ട് ആസ് ഇൻഡിവിജ്വൽസ് ആസ് പേഴ്സൺസ്.
അപ്പോൾ ഒരു പേഴ്സണൽ എന്ന രീതിയിൽ, ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിലാണെന്ത് സ്ത്രീകളെ ആണെങ്കിലും പുരുഷന്മാരെ ആണെങ്കിലും നമ്മൾ വിലയിരുത്തേണ്ടത്, ജഡ്ജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അവരുടെ പേഴ്സണൽ ലെവലിലുള്ള കോൺട്രിബ്യൂഷൻസ്, അവരുടെ പേഴ്സണൽ ലെവലിലുള്ള കപ്പാസിറ്റീസ്, അവരുടെ പേഴ്സണൽ ലെവലിലുള്ള ടാലൻസ് ഒക്കെയാണെന്ത് നമ്മൾ പിന്നെ വിലയിരുത്തേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത്. അല്ലാതെ അവരുടെ ഐഡൻറ്റിറ്റി അല്ല, അവരുടെ സെക്ഷൽ ഐഡൻറ്റിറ്റി അല്ല നമ്മൾ പിന്നെ ജഡ്ജ് ചെയ്യേണ്ടത്. ദ ഗോൾ ഓഫ് ഫെമിനിസം ഈസ് ദെയർഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ജെൻഡർലെസ് പേഴ്സൺഹുഡ്. അപ്പോൾ ഗോൾ ഓഫ് ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? ജെൻഡർലെസ് പേഴ്സൺഹുഡ് എന്ന് പറയുന്ന അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഗോൾ ഓഫ് ഫെമിനിസം വരുന്നത്. ബട്ട് സോ കോൾഡ് ഡിഫറൻസ് ഫെമിനിസ്റ്റ് സജസ്റ്റ് ദാറ്റ് ദർ ആർ എസെൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ വിമൺ ആൻഡ് മെൻ. അപ്പം ഡിഫറൻസ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. ഡിഫറൻസ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറി എന്താ? അവരെന്താണ് പറയുന്നത്? അവർ പറയുന്നു ദർ ആർ എസെൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ വിമൺ ആൻഡ് മെൻ എന്നുള്ളതാണ്. അവർക്ക് വിമണും സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒരുപാട് ഡിഫറൻസ്, എസെൻഷ്യൽ ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് ഡിഫറൻസ് ഫെമിനിസ്റ്റ് പറയുന്നത്. ഫ്രം ദീസ് എസെൻഷ്യലി സ്പെസിഫിക് സോഷ്യൽ ആൻഡ് കൾച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ സീൻ ടു റിഫ്ലക്ട് ഡീപ്പർ ബയോളജിക്കൽ ഡിഫറൻസസ്. അവരെന്താണ് പറയുന്നത്? അവർ വേറൊരു പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. അവർ പറയുന്നു ഇത് സോഷ്യൽ ആൻഡ് കൾച്ചർ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക് എന്താണ് അതിന് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഒരു ഡിഫറൻസ്, എസെൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈ ബയോളജിക്കൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന് സോഷ്യൽ, കൾച്ചറൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ദ സെക്കൻഡ് അറ്റാക്ക് ഓൺ സെക്സ് ജെൻഡർ ഡിസ്റ്റിങ്ഷൻ ചലഞ്ചസ് ദി കാറ്റഗറീസ് ദംസെൽസ്. ഫോർ എക്സാമ്പിൾ പോസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റ് എന്താണ് പോസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റ് പറയുന്നത്? ഈ ഒരു സെക്സ് ജെൻഡർ ഡിസ്റ്റിങ്ഷനെ തന്നെ ചലഞ്ച് ചെയ്യുന്നുള്ള ഈ ഒരു പെർസ്പെക്റ്റീവ് തന്നെ പോസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റ് ചലഞ്ച് ചെയ്യുന്നു. ഹാവ് ക്വസ്റ്റ്യൻ വെദർ സെക്സ് ഈസ് ആസ് ക്ലിയർ കട്ട് എ ബയോളജിക്കൽ ഡിസ്റ്റിങ്ഷൻ. നമുക്ക് സെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ത്രീ പുരുഷ, അത് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന സംഭവം അത് നമുക്കൊരു ക്ലിയർ കട്ട് ബയോളജിക്കൽ ഡിസ്റ്റിങ്ഷൻ ആയിട്ട് കാണാൻ പറ്റുമോ എന്ന ചോദ്യമാണ് ഇത് പോസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റ് ചോദിക്കുന്നത്. as is usually assumed. For example, the features of biological womanhood do not apply to many who are classified as women. സം വിമൺ കനോട്ട് ബെയർ ചിൽഡ്രൻ. ചില സ്ത്രീകൾക്ക് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആർഗ്യുമെൻ്റ് ആണ് കേട്ടോ. പോസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന ആർഗ്യുമെൻ്റ് ആണ്. ചില സ്ത്രീകൾക്ക് പിന്നെ കുട്ടികൾക്ക് ജന്മം നൽകാനുള്ള ഉണ്ടാവില്ല, ആ ഒരു ഇതുണ്ടാവില്ല. സം വിമൺ ആർ നോട്ട് സെക്ഷലി അട്രാക്റ്റഡ് ടു മെൻ. അസെക്ഷൽ ആയിട്ടുള്ള വിമൺ ഉണ്ട്, ലെസ്ബിയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്കൊരു സെക്സ് എന്ന് പറയുന്നത് ക്ലിയർ കട്ട് കാറ്റഗറി, നമുക്കൊരു ബയോളജിക്കൽ കാറ്റഗറി ആയിട്ട് കാണാൻ പറ്റില്ല. സ്ത്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്ന ഒരു അങ്ങനെ ഒരു ഡിവിഷൻ നമുക്ക് കാണാൻ പറ്റില്ല, അങ്ങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മോഡേൺ ഫെമിനിസ്റ്റ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ചില സ്ത്രീകൾക്ക് ബയോളജിക്കൽ പ്രശ്നം ഉണ്ടാവും. അതായത് പിന്നെ നമ്മൾ കൺവെൻഷനലി പറയുന്ന പോലെ പിന്നെ മെയിൻ പോയിന്റ് ഓഫ് ആസ് കൺവെൻഷണൽ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ മോഡേൺ ഫെമിനിസ്റ്റ് പറയുന്ന പോലെ എന്താണ് മെയിൻ പോയിന്റ് ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്നത് റിപ്രൊഡക്ഷൻ ആണ്. മെയിൻ പോയിന്റ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ ഡിഫറൻസ് ബിറ്റ്വീൻ അതായത് ബയോളജിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൺ ഈസ് റീപ്രൊഡക്ഷൻ. അതായത് സ്ത്രീകൾക്ക് റീപ്രൊഡക്ഷൻ ഉള്ള കപ്പാസിറ്റിയാണ് ഇതുണ്ട്. പക്ഷേ പോസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റ് എന്താണ് പറയുന്നത്? പോസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റ് പറയുന്നത് ചില സ്ത്രീകൾക്ക് എന്താണ് അങ്ങനെ കുട്ടികളെ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് ജന്മം നൽകാനുള്ള ആ ഒരു ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എല്ലാ വിമണിനും നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്കൊരു ക്ലിയർ കട്ട് കാറ്റഗറി, നമുക്ക് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ, അങ്ങനെ ഒരു ഡൈക്കോട്ടമി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അല്ല, അത് പിന്നെന്താണ്, അതിനെ ചലഞ്ച് ചെയ്യണം. ആ ഒരു ഡിവിഷനെ ചലഞ്ച് ചെയ്യാണ് പോസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റ് ചെയ്യുന്നത്. റിപ്രൊഡക്റ്റീവ് ആസ്പെക്റ്റ് മാത്രമല്ല കേട്ടോ, സം വിമൺ ആർ റീപ്രൊഡക്റ്റീവ് ആസ്പെക്റ്റ് മാത്രമല്ല, സം വിമൺ ആർ നോട്ട് സെക്ഷലി അട്രാക്റ്റഡ്, അസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ലെസ്ബിയൻസ്, ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള പിന്നെ ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് പോസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റ് ഈ ഒരു ക്ലിയർ കട്ട് ഡിവിഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിലിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത്. അടുത്ത ഇതാണ് ഇക്വാലിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കഴിഞ്ഞ തീമിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇക്വാലിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫെമിനിസ്റ്റ് ഹാവ് എംബ്രേസ് കോൺട്രാസ്റ്റിംഗ് നോഷൻസ് ഇക്വാലിറ്റി ആൻഡ് സം ഹാവ് എൻറ്റയർലി റിജക്ട് ഇക്വാലിറ്റി ഇൻ ഫേവർ ഓഫ് ഡിഫറൻസ്, ഐഡിയ ഓഫ് ഡിഫറൻസ്. അപ്പോൾ രണ്ട് തരത്തിൽ എന്താണ് ഫെമിനിസ്റ്റ് ആർഗ്യുമെന്റ്സ് വരുന്നുണ്ട്. ഫെമിനിസ്റ്റ് ആർഗ്യുമെന്റ് അല്ലെ ഫെമിനിസ്റ്റ് ഫിലോസഫി നമുക്ക് പറയാം. ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇക്വാലിറ്റി എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇക്വാലിറ്റി അഡ്വക്കേറ്റ് ചെയ്യുന്ന, അതായത് സ്ത്രീകൾക്കും പുരുഷനും ഒരേ രീതി ഈക്വലി അവരെ ട്രീറ്റ് ചെയ്യണം. അത് പുരുഷനാകട്ടെ, സ്ത്രീ ആകട്ടെ, അല്ലെങ്കിൽ തേർഡ് ജെൻഡർ ആകട്ടെ, ആരും ആകട്ടെ, എല്ലാ മനുഷ്യന്മാരും എന്താണ് ഈക്വലി ആണെന്നത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടുന്ന ആസ്പെക്റ്റ്. മറ്റേ ആസ്പെക്റ്റ് എന്താണ്, ഐഡിയ ഓഫ് ഡിഫറൻസ്. അവർ പറയുന്നു എന്താണ് അവർ പറയുന്ന ഡിഫറൻസ്, എക്സ്പെഷ്യലി കമ്മിങ് ടു ഡിഫറൻസ് ഫെമിനിസ്റ്റ്. അവരെന്താണ് പറയുന്നത്, ഇവർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ദേ ഹാവ് എസെൻഷ്യൽ ഡിഫറൻസ്, ദേ ഹാവ് വെരി എക്സ്ട്രീം ഡിഫറൻസസ്. അപ്പോൾ ആ ഡിഫറൻസ് നമുക്ക് എന്താണ് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ആ ഡിഫറൻസിനനുസരിച്ച് എന്താണ്, ആ ഡിഫറൻസിനനുസരിച്ചാണ്
വേണം എന്താണ് നമ്മളെല്ലാവരും ബിഹേവ് ചെയ്യാം എന്നുള്ളതാണ് ഡിഫറൻസ് ഫെമിനിസ്റ്റ് അല്ലെ ആ ഒരു ഡിഫറൻസ് പോയിന്റ് ഓഫ് വ്യൂ പറയുന്ന ആൾക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊക്കെ പിന്നെ ഈക്വാലിറ്റി പിന്നെ അഡ്വക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ സ്കൂൾ ഓഫ് ഫെമിനിസം ആണ് ലിബറൽ ഫെമിനിസ്റ്റ്, സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റ്, റാഡിക്കൽ ഫെമിനിസ്റ്റ്. ലിബറൽ ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ ഫീൽഡ് എസ്പെഷ്യലി കമ്മിങ് ടു പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഇക്വാലിറ്റി ആണ് പിന്നെ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ നമ്മൾ വേവ്സ് ഓഫ് ഫെമിനിസം പഠിച്ചപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ലിബറൽ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഇക്വാലിറ്റി അഡ്വക്കേറ്റ് ചെയ്യുന്ന പിന്നെ ആൾക്കാരാണ്. സപ്പോർട്ട് ഈക്വൽ റൈറ്റ്സ് അജൻഡ വിച്ച് വുഡ് എനേബിൾ വിമൻ ടു കോമ്പീറ്റ് ഇൻ പബ്ലിക് ലൈഫ് ഓൺ ഈക്വൽ ടേംസ് വിത്ത് മെൻ. അപ്പം പൊളിറ്റിക്കൽ എസ്പെഷ്യലി കമ്മിങ് ടു പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ സ്പേസ് അവിടെ എന്താണ് സ്ത്രീകൾക്ക് ഈക്വൽ റൈറ്റ്സും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റ് അത് എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ എസ്പെഷ്യലി കമ്മിങ് ടു എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി പിന്നെ വേണം എന്നുള്ളതാണ്. വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അതോടൊപ്പം തന്നെ എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇക്വാലിറ്റി വേണം എന്നുള്ളതാണ്. പിന്നെ റാഡിക്കൽ ഫെമിനിസ്റ്റ് മൊത്തം സിസ്റ്റം ഷുഡ് ബി റിഫോം ടു എംബ്രേസ് ഓർ ടു ഇൻകോർപ്പറേറ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് വിമൺ എന്നുള്ളതാണ് റാഡിക്കൽ ഫെമിനിസം പറയുന്നത്. അതായത് എസ്പെഷ്യലി കമ്മിങ് ടു സ്റ്റാർട്ടിങ് ഫ്രം ദി ഹോം, നമ്മുടെ വീടുകളിൽ തുടങ്ങി മറ്റെല്ലാ സിസ്റ്റത്തിലും എന്താണ് എല്ലാ ഡൊമൈനിലും എന്താണ് അത് മിയർലി പൊളിറ്റിക്കൽ ഡൊമൈനിൽ മാത്രമല്ല എക്കണോമിക് ഡൊമൈനിൽ മാത്രമല്ല സോഷ്യൽ ഡൊമൈനിൽ മാത്രമല്ല മറിച്ച് നമ്മുടെ വീടുകളിലാണ് തുടങ്ങേണ്ടത്. വീടുകളിൽ തുടങ്ങി മറ്റെല്ലാ സിസ്റ്റത്തിലും എന്താണ് ഇക്വാലിറ്റി വേണം എന്നുള്ളതാണ് റാഡിക്കൽ ഫെമിനിസം പറയുന്നത്. എസ്പെഷ്യലി in terms of child care and other domestic responsibilities, control of one's own body, sexual expression, fulfillment. ഇതെല്ലാം എന്താണ് ഇവിടെയെല്ലാം പിന്നെ ഈ ഒരു ആസ്പെക്റ്റിലെല്ലാം എന്താണ് സ്ത്രീകൾക്ക് ഈക്വൽ അവകാശം വേണം എന്നുള്ളതാണ് റാഡിക്കൽ ഫെമിനിസ്റ്റ് പറയുന്നത്. Despite tensions between them, these egalitarian position are uniting viewing gender difference in a negative. അപ്പോൾ ഈ ഒരു ലിബറൽ ആണെങ്കിലും ലിബറൽ ഫെമിനിസ്റ്റും അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റും റാഡിക്കൽ ഫെമിനിസ്റ്റ് എന്താണ് ജെൻഡർ ഡിഫറൻസിനെ ഒരു നെഗറ്റീവ് ലൈറ്റിലാണ് കാണുന്നത്, ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് കാണുന്നത്, ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് കാണുന്നത്. ഈഗലിറ്റേറിയൻ ഫോംസ് ഓഫ് ഫെമിനിസം ലിങ്ക് ഡിഫറൻസ് ടു പാട്രിയാർക്കി സീയിങ് അറ്റ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ഓപ്പറേഷൻ ഓഫ് സബോർഡിനേഷൻ. പാട്രിയാർക്കിനെ ഒരു സിസ്റ്റം ഓഫ് സബോർഡിനേഷൻ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് സബോർഡിനേഷൻ ആയിട്ടാണ് സോഴ്സ് ഓഫ് ഓപ്പറേഷൻ സബോർഡിനേഷൻ ആയിട്ടാണ് പിന്നെ ഈഗലിറ്റേറിയൻ ഫോംസ് ഓഫ് ഫെമിനിസം അതായത് ലിബറൽ ഫെമിനിസവും ഈ പറഞ്ഞ റാഡിക്കൽ ഫെമിനിസം ഒക്കെ കാണുന്നത്. ഫ്രം ദിസ് വ്യൂ പോയിന്റ് ദ ഫെമിനിസ്റ്റ് പ്രോജക്റ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദ ഡിസൈർ ടു ലിബറേറ്റ് വിമൻ ഫ്രം ദിസ് ഡിഫറൻസ്. അപ്പോൾ ഈ ഡിഫറൻസ് അതായത് ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഡിഫറൻസിൽ നിന്ന് ലിബറേറ്റ് ചെയ്യാനാണ് ഈ ഫെമിനിസ്റ്റ് നമ്മളിപ്പം പറഞ്ഞ ഫെമിനിസ്റ്റ് അല്ലെ ഫെമിനിസം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ഫോക്കസ് അല്ലെ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ ഡിഫറൻസ് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം അത് മറികടക്കുക എന്നുള്ളതാണ് അവരുടെ ഫോക്കസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഹൗ അതർ ഫെമിനിസ്റ്റ് ചാമ്പ്യൻ ഡിഫറൻസ് റാദർ ദാൻ ഇക്വാലിറ്റി. എന്താണ് ഡിഫറൻസ് ഫെമിനിസ്റ്റ് പറയുന്നത്? റിഗാർഡ് ദ വെരി നോഷൻ ഓഫ് ഇക്വാലിറ്റി ആസ് എയ്തർ മിസ്ഗൈഡഡ് ഓർ സിംപ്ലി അൺഡിസൈറബിൾ. അപ്പം ഈ ഇക്വാലിറ്റി എന്ന് പറയുന്ന ആസ്പെക്ട് അല്ലെങ്കിൽ നോഷൻ ഓഫ് ഇക്വാലിറ്റി വെൻ കമ്മിങ് ടു ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ് മിസ്ഗൈഡഡ് ആണ്, അതോടൊപ്പം തന്നെ അൺഡിസൈറബിൾ ആണ്, ഒട്ടും പിന്നെ ആവശ്യമില്ലാത്ത കാര്യമാണെന്നാണ് ഡിഫറൻസ് ഫെമിനിസ്റ്റ് പറയുന്നത്. ടു വാണ്ട് ടു ബി ഈക്വൽ ടു എ മാൻ ഇംപ്ലൈസ് ദാറ്റ് വിമൺ ആർ മെയിൽ ഐഡൻറ്റിഫൈഡ്. അങ്ങനെ നമ്മൾ ഇക്വാലിറ്റി അങ്ങനെ ആ ഒരു ഇതിലാണ് നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം റിഫോം ചെയ്യുന്നതെങ്കിൽ എന്താണ് വിമൺ വിൽ ബി നോൺ ആസ് അല്ലെ വിമൺ വിൽ ബി കൺസിഡർഡ് ആസ് മെയിൽ ഐഡൻറ്റിഫൈഡ് ജസ്റ്റ് ടു ഇമിറ്റേറ്റ് വാട്ട് ദ മെയിൽ പോപ്പുലേഷൻ ഈസ് ഡൂയിങ്. അതാണ് എന്താണ് ഇങ്ങനെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ആ ഒരു രീതിയിൽ ഇക്വാലിറ്റി പ്രിൻസിപ്പിളിൽ നമ്മൾ റിഫോം ചെയ്താൽ എന്താണ് മെയിൽ വിൽ ബി വിമൺ പോപ്പുലേഷൻ വിൽ ബി മിയർലി ഐഡൻറ്റിഫൈഡ് ആസ് മെയിൽ ഐഡൻറ്റിഫൈഡ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ജസ്റ്റ് എന്താണ് പുരുഷന്മാരെങ്ങനെയാണോ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുമായിരിക്കും അതായിരിക്കും ഈ ഒരു സിസ്റ്റത്തിൽ ഈ നോഷൻ ഓഫ് ഇക്വാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ സംഭവിക്കുക എന്നുള്ളതാണ് ഡിഫറൻസ് ഫെമിനിസ്റ്റ് പറയുന്നത്. അപ്പോൾ ഇൻ ദാറ്റ് ദേ ഡിഫൈൻ ദ ഗോൾസ് ഇൻ ടേംസ് ഓഫ് വാട്ട് men are or what men have. The demand for equality thus embodies a desire to be like men. അപ്പം ഈ നോഷൻ ഓഫ് ഇക്വാലിറ്റി ബേസ്ഡ് അതായത് ലിബറൽ ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന പോലെ റാഡിക്കൽ ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന പറയുന്ന പോലെ സോഷ്യലിസ്റ്റ് ഫെമിനിസം പറയുന്ന പോലെ ഒരു സിസ്റ്റം ഫോം ചെയ്താൽ എന്താണ് സ്ത്രീകൾ മിയർലി മെയിൽ ഐഡൻറ്റിഫൈഡ് ആയിട്ട് അറിയപ്പെടും അല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കപ്പെടും എന്നുള്ളതാണ്. അതായത് എന്താണോ മെയിൽ പോപ്പുലേഷനെ ഇമിറ്റേറ്റ് ചെയ്യാൻ അവരെന്താണോ പുരുഷന്മാരെന്താണോ ചെയ്യുന്നത് അത് ഇമിറ്റേറ്റ് ചെയ്യാനായിരിക്കും ഫീമെയിൽ പോപ്പുലേഷൻ സ്ത്രീകൾ ശ്രമിക്കുക അക്കോർഡിംഗ് ടു ഡിഫറെൻറ്റ് ഫെമിനിസ്റ്റ്.
according to difference feminist. Although feminists seek to overthrow patriarchy, many warn against the danger of modeling themselves upon men. അപ്പോൾ അവർ ഈ ഒരു സിസ്റ്റത്തെ അവർ എൻകറേജ് ചെയ്യല്ല, പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തെ എൻകറേജ് ചെയ്യല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു വാൺ ചെയ്യാണ് ഡേഞ്ചർ ഓഫ് മോഡലിംഗ് ദംസെൽഫ് അപ്പോൺ മെൻ. അപ്പോൾ എന്താണ്, പിന്നെ അങ്ങനെ ഒരു സിസ്റ്റം വന്നാൽ സ്ത്രീകൾ മിയർലി പുരുഷന്മാരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരായി മാറുമോ, പുരുഷന്മാരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്ന, അല്ലെ പുരുഷന്മാർ പിന്നെ എങ്ങനെയാണോ സമൂഹത്തിൽ എൻഗേജ് ചെയ്യുന്നത് അതുപോലെ എൻഗേജ് ചെയ്യുന്നൊരു പിന്നെ ഒരു കൂട്ടം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അങ്ങനെയായി മാറുമോ എന്നാണ് അവരുടെ കൺസേൺ, അല്ലെങ്കിൽ അവരുടെ പിന്നെ പ്രോബ്ലം എന്ന് പറയുന്നത്, അല്ലെ ഒരു ക്രിറ്റിസം എന്ന് പറയുന്നത്. which would require them, for example, to adopt competitive and aggressive behavior of that characterize male society. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, മസ്കുലിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അവർ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു വാണിംഗ് ആണ് ഇവിടെ ഡിഫറൻസ് ഫെമിനിസ്റ്റ് പറയുന്നത്, ഒരു കൺസേൺ ആണ് ഇവിടെ ഡിഫറൻസ് ഫെമിനിസ്റ്റ് പറയുന്നത്. ഫോർ മെനി ഫെമിനിസ്റ്റ് ലിബറേഷൻ മീൻസ് ദി ഡിസൈർ ടു ഡെവലപ്പ് ആൻഡ് അച്ചീവ് ഫുൾഫിൽമെൻറ്റ് ആസ് വിമൺ, ഇൻ അതർ വേർഡ്സ് ടു ബി വിമൺ ഐഡൻറ്റിഫൈഡ്. എന്താണ് ഡിഫറൻസ് ഫെമിനിസം പറയുന്നത്? ഒരിക്കലും നമ്മൾ മെയിൽ ഐഡൻറ്റിഫൈഡ് ആകരുത്, അങ്ങനെ ആകരുത്. നമ്മൾ പുരുഷന്മാരെങ്ങനെയാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ പുരുഷന്മാരെങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, പുരുഷന്മാരെങ്ങനെയാണോ സമൂഹത്തിൽ എൻഗേജ് ചെയ്യുന്നത്, അങ്ങനെയല്ല നമ്മൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയുണ്ട്. അപ്പോൾ അതെന്താണ്, അത് പിന്നെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായ സവിശേഷതകളുണ്ട്, സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അത് പിന്നെ പ്രൊമോട്ട് ചെയ്യുക, അത് അഡ്വക്കേറ്റ് ചെയ്യുക. അതുവഴി എന്താണ്, വിമൺ ഐഡൻറ്റിഫൈഡ്, നമുക്ക് നമ്മുടേതായ സവിശേഷമായ കാര്യങ്ങളുണ്ട്, അത് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ മിയർലി ഒരു പുരുഷന്മാരെങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യേണ്ട സാഹചര്യമല്ല നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു ഇക്വാലിറ്റി അല്ല വേണ്ടത്, മറിച്ച് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് നമ്മുടേതായ രീതിയിൽ പ്രോസ്പർ ചെയ്യാനും ഗ്രോ ചെയ്യാനും അതാണ് ഇവിടെ വേണ്ടത് എന്നുള്ളതാണ് ഡിഫറൻസ് ഫെമിനിസ്റ്റ് പറയുന്നത്. അതാണ് വിമൺ ഐഡൻറ്റിഫൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് തീംസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതൊക്കെയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്, സെൻട്രൽ തീംസ് ഓഫ് ഫെമിനിസത്തിൽ. അപ്പം നമ്മളെ മിഷൻ JRF ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂണിലേക്കുള്ള എക്സാമിന് നമ്മൾ JRF തന്നെ പിന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക മിഷൻ JRF ബാച്ചിലൂടെ. അപ്പം താല്പര്യമുള്ളവർ, ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പ്, വാട്സപ്പിലെ ഗൈഡൻസ് ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പം ഇതെല്ലാം നിങ്ങൾ പിന്നെ നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ലൈവ് ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ഫ്രം